ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് അവർ JD വ്ളോഗ്സ്. വേഗം നമ്മൾ വന്നിട്ട് സ്ഥലം എവിടെയാ? നമ്മളൊന്ന് വന്നേക്കണത് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് പേരമംഗലം. അവിടെയാണ് നമ്മൾ ട്രിപ്പ് വന്നിട്ട് ഇടുക്കി. ഞാൻ ജസ്റ്റ് ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഇടുക്കിയിൽ. ഇപ്പം നമ്മളെ ചെറുതോണി ഡാമിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിലത്തെ ആൾക്കാരൊക്കെയും ഡാം കാണാൻ പോയിക്കാണ്. അവർക്ക് ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഇന്നലെ രാത്രി വീഡിയോ എടുക്കാൻ പറ്റാത്ത ഞങ്ങൾ രാത്രി ഏകദേശം ഒരു 3 മണിക്കാണ് ആൾക്കാരെ പിക്ക് ചെയ്യാൻ പോയത്. ഇപ്പോൾ രാത്രി ഒരു ഭയങ്കര മഴയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇനി ഇവിടെ ഇടുക്കിയിലെത്തിയ ശേഷം വീഡിയോ എടുക്കുന്നത്. ഇനി ബാക്കി വിശേഷങ്ങൾ നമ്മൾ വഴിയെ പറയാം കേട്ടോ. രണ്ട് അനിയന്മാര് വളർന്നു ഞാൻ ഇല കൈ പിടിച്ച് നിൽക്കുന്നുണ്ട്. എൻ്റെ വൈഫ് രേഖാതെ ബിരിയാണിക്ക് വേണ്ടി കാത്തു. ഞങ്ങളുടെ ബസ്സൊക്കെ കഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വണ്ടിയിൽ അവിടുന്ന് കുറച്ചൊന്ന് മുന്നോട്ട് നടന്നു വന്നു. ഇവിടെ ചെറിയൊരു ഇറക്കാണ്. അപ്പോൾ നമ്മുടെ വണ്ടി കണ്ടില്ലേ, ഞങ്ങൾ നിൽക്കുന്ന സ്പോട്ടിൽ കുറച്ച് ലോങ്ങാണ്. ഞാൻ സൂം ചെയ്തെടുത്താണ്. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പാർട്ടി. ഇത് ഇടുക്കിയിൽ നിന്ന് നമ്മൾ തൊടുപുഴ പോണ റൂട്ടിൽ ഇങ്ങനൊരു സ്പോട്ട് കണ്ടപ്പോൾ നിർത്തിയാണ് കേട്ടോ വീഡിയോ എടുക്കാം. അടിപൊളി വ്യൂ അല്ലേ? ഞങ്ങള് ഇടുക്കി ഡാം വിട്ട് ഇപ്പോൾ മൂവാറ്റുപുഴ പോണ റോഡാണ്. അപ്പോൾ അങ്ങനെ ബാക്കിൽ ചെറിയൊരു വ്യൂ, നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടു. കണ്ടില്ലേ? അങ്ങനെ നിർത്തിയതാണ്. അങ്ങനെ ഞങ്ങൾ ഇടുക്കി ഡാമൊക്കെ കണ്ടിട്ട് ഇവിടെ സ്റ്റേ ചെയ്തേക്കാട്ടോ. സ്റ്റേ ചെയ്ത സ്ഥലം രാമക്കൽമേട് ഹോം സ്റ്റേ. ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. നാളെ രാവിലെ നിന്ന് പുറപ്പെടും. ഇത് തൊട്ട് ബാക്കിലാണ് ട്രക്കിങ്. ഈ തൊട്ട് ബാക്കിലാണ് ദൂരെ കുറേ ബസ്സുകളൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ ട്രക്കിങ് അതിന് മുകളിൽ ഒരു സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. ട്രക്കിംഗ് പോണതിൻ്റെ ഭാഗത്ത് കണ്ടില്ലേ? സ്റ്റാച്ചു കണ്ടില്ലേ? ഒരു സ്ത്രീയും പുരുഷനും ഇരിക്കണത് സംശയമുണ്ട്. കാരണം ഇത് സൂചി ചേർത്താണ്. സ്റ്റാച്ചു നന്നായിട്ടുണ്ട്. പക്ഷെ നമ്മൾ വണ്ടി ഇട്ടിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങോട്ട് പോയില്ല. ഒരുപാട് വണ്ടി കൊണ്ടുള്ള പാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? ചെറുതായിട്ട് തണുപ്പുണ്ട് ഇവിടെ. ഒരുപാട് ബസ്സുകൾ പല ജില്ലയിൽ നിന്ന് ബസ്സുകളുണ്ട്. നമ്മുടെ ഹോം സ്റ്റേ ആണ് ഇത്. നമ്മുടെ RC ഓർഡർ പ്ലസ് കിളി 2 ദിവസം ഫ്രഷായി പോയി. ആള് ഫ്രഷായി എന്താ പറയാ ചുള്ളമണിയായിട്ട് വന്ന് നിൽക്കുക. ലിപ്സ്റ്റൊക്കെ ഇട്ടാ കേട്ടാ പുള്ളിക്കാർ ചെയ്തിട്ട്. എന്ത് ഇതിനകത്ത് ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഇവിടെ നോക്കുക ആൾക്കാർക്ക് കേട്ടാ. അതിനെന്റെ പണി എങ്ങനെ കിളിപ്പണി കുഴപ്പമില്ല, കണ്ടിട്ട് പോവല്ലേ? ഓക്കെ, അപ്പൊ ഞങ്ങൾ രണ്ടാമത് വണ്ടിയിൽ കൊടുക്കൂട്ടോ. Sorry. Hey, you! Thank you, thank you. സ്ഥലം രാമക്കൽമേടാണ് കേട്ടോ. ഇടുക്കിയിൽ നിന്ന്
ഇടുക്കി ഡാമിൽ നിന്ന് ഏകദേശം ഒരു 50-59 കിലോമീറ്റർ ഉണ്ട് ഈ സ്പോട്ടിലേക്ക്. ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ രാമക്കൽമേട് ഓഫ് റോഡ് ജീപ്പ് സഫാരി പോയിന്റ് ഉള്ളത്. ഈ ക്ഷേത്രത്തിനോട് ക്ഷേത്രത്തിൻ്റെ ഈ ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ മുന്നോട്ടുള്ള വഴിയാണ്, ഇവിടുത്തെ ജീപ്പിൽ പോകണം. ഈ കാണുന്ന ഈ ബോർഡിൽ കാണുന്ന ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അങ്ങോട്ട് പോകണമെങ്കിൽ നമ്മൾ ജീപ്പിൽ പോകേണ്ടി വരും. ഇവിടുത്തെ വ്യൂ ആണ് കേട്ടോ. ചെറുതായിട്ട് ചാറ്റൽ മഴയുണ്ട്. ഞങ്ങൾ വണ്ടി അങ്ങനെ പാർക്ക് ചെയ്ത് ചായ കുടിക്കാനൊക്കെ വന്നത്. അത്യാവശ്യം നല്ല മഞ്ഞുണ്ട് പുറത്ത്. എന്റെ മേക്കപ്പ് മാം വന്നിട്ടാ തുറക്കും ശരിക്കും ഇട്ടാ എന്താ ക്രീം ഞാൻ തുള്ളിച്ച് കൊടുക്കണം. ക്രീം ഇട്ടാൽ ഒരു സ്പ്രേ അടിക്കില്ലേ? എന്തൊരു സാധനം എന്റെ മേക്കപ്പ് മാനാട്ടാ. വാവാ കഴിഞ്ഞിട്ടില്ല. ആ എന്താ ചോദിക്കണേ? ക്രീമിന്റെ മുകളിൽ ഒരു സാധനം ഇടാറില്ല, സ്പ്രേ അടിക്കാറില്ല. ആ ഇട് ആള് പൊട്ടി കട്ടക്കെട്ടുണ്ട് കേട്ടാ. എത്ര ഇട്ടിട്ട് എന്റെ മുഖം കളിക്കണ്ടേ? ആള് അതേപോലെ പൂശിയാണ് മൊത്തത്. അല്ലല്ല എന്റെ മുഖം നിറണ്ട്. പല പൊട്ടിട്ട ഒരാള് നിങ്ങൾ എത്ര പൊട്ടിട്ടാലും നിറം വരുന്നില്ല. കഴിഞ്ഞത് വിനു ട്രിപ്പ് സെറ്റ് അല്ലേ? അടിപൊളിയല്ലേ? ഒരു കുറവില്ല. ചോദിക്കാള് അപ്പൊ നമ്മള് ഞാൻ പിന്നെ കുറെ ആൾക്കാരോട് ഞാനിവിടെ നമ്മൾ വന്ന ആൾക്കാരോട് എല്ലാവരോടും ഞാൻ ഇതേ ചോദ്യം തന്നെ ആവർത്തിക്കുന്നു. ഈ വീടിനോട് കൂടി ചോദിക്കാൻ കിട്ടാം. അപ്പൊ ഞാനൊരു ലേഡിയായിട്ട് ഫീലായിട്ട് വന്നതില് ഇതിനോട് എന്തെങ്കിലും ബുദ്ധിമുട്ടാ കാര്യങ്ങളാ എന്തെങ്കിലും ഉണ്ടായിട്ടില്ല? അതൊക്കെ ചില ആൾക്കാര് പറയണതല്ലേ, നമുക്കതൊന്നും പ്രശ്നമില്ല. നിങ്ങൾ കംഫർട്ടബിൾ ആണോ നമുക്ക് അറിയേണ്ട കാര്യം. ഞങ്ങളുടെ വണ്ടിയിൽ വരുന്ന ആൾക്കാരെ കംഫർട്ട് ആക്കാണ് ഞങ്ങളുടെ പരിപാടി. നമ്മളിപ്പോ നമ്മുടെ നാട്ടിൽ മാത്രം അങ്ങനെയുള്ളൂ. രാജ്യത്തൊക്കെ ഇങ്ങനെ ചിലപ്പോ ലേഡി അതല്ല ഇപ്പൊ പറഞ്ഞോ ആളുകളെ, നമ്മുടെ കുറെ ആളുകളെ ഇറങ്ങിയിട്ടില്ല ശരിക്കും പുറത്തേക്ക്. ഈ തൃശ്ശൂർ ടൗണും അല്ലെങ്കിൽ ഗുരുവായൂർ തൃശ്ശൂര് അതിന്റെ അപ്പുറം കുറെ പോകാത്തവരുണ്ട്. കാരണം ഒരാൾ കുറ്റം പറഞ്ഞിട്ടാ കുറച്ച് ഇറങ്ങാണ്ട് നമ്മുടെ ലേഡികളൊക്കെ എല്ലാ രംഗത്തേക്ക് ഇറങ്ങണം, എല്ലാ ഫീൽഡിലേക്ക് ഇറങ്ങണം. അതിന്റെ ഒറ്റ ഉദാഹരണമാണ് ഞാൻ ഈ വണ്ടി മേടിച്ചത്. 1-2 പെൺകുട്ടികൾ ഇപ്പോ വയറിലായിട്ടുണ്ടല്ലോ, അവരൊക്കെ ദുബായില്. അപ്പൊ നമ്മള് എല്ലാ സ്ത്രീകളും എല്ലാ രംഗത്ത് വരണം. അതിന്റെ ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്റെ വണ്ടിയായിട്ട് പറഞ്ഞതല്ല, അതിന്റെ ഒറ്റ ഉദാഹരണമാണ്. ഞങ്ങൾ വ്ളോഗറും കൂടിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കാറിൽ യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് ട്രിപ്പ് പോകുമ്പോൾ ഓരോ വ്ളോഗ് എടുക്കാം. അതേപോലെ ഞാൻ ഡ്രൈവർ പ്ലസ് കിളി എന്റെ വൈഫ് ഓർഡർ കൂടി കേട്ടാ. ചീത്ത പറയത്തിട്ടാ, കിളി എന്ന് പറഞ്ഞാല് കാണുന്ന കമ്പ്യൂട്ടർ നമ്മുടെ ടീമാട്ടാ. എല്ലാവരും നല്ല ഹാപ്പിയില്ല. ഞാൻ ടീമുകള് ഇവിടെ കുമിളിയില് ഭക്ഷണമൊക്കെ എത്തിക്കാറ് കേട്ടോ. രാവിലെ ഇവരെല്ലാവരും എനിക്ക് നേരത്തെ നല്ല ചോറും നല്ല ബീഫ് കറി ഉണ്ടാക്കി. അവർ സർഗ്ലാസ് അടിപൊളി ഫുഡാണ്, ഒരുപാട് കഴിച്ചു. പക്ഷെ ഒരുവിധം ആൾക്കാരെ കഴിക്കൽ കഴിഞ്ഞ് കുറച്ച് പേര് കൂടിയുണ്ട്. അത് കഴിക്കൽ ഈ പെരിയാർ വാലിക്ക് പോകണം. അവിടെ അവർക്ക് സ്പൈസസ് പഠിക്കും, ആയുർവേദിക് കാരണം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ വന്നിട്ട് ഫേമസാണ് പറഞ്ഞിട്ടുണ്ട്. വലിയ വലിപ്പമൊന്നുമില്ല. അതിന് അവിടെ പോയിട്ട് തേയില അങ്ങനെ പറ്റുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. വേഗം നമ്മളെ ക്രസാണ് എവിടെയാ ഇപ്പൊ? പരുന്തുംപാറ അത്യാവശ്യം മഞ്ഞിട്ടോ. ഞങ്ങളിവിടെ എത്തലും ഏകദേശം ഇവിടെ എത്തലുണ്ട് 1.5 കിലോമീറ്റർ മുന്നേ. ഇവിടെ നല്ല കട്ട കോടമഞ്ഞ, അതിൻ്റെ ചെറിയ ചാറ്റൽ മഴയുണ്ട്. അപ്പൊ ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല, പുറത്തിറങ്ങിയിട്ട് പോകുന്നപ്പോഴേക്കും മഴ പെയ്തു. അപ്പോൾ മഴ ചെറുതായിട്ട് കുറയുമ്പോൾ ഞങ്ങൾക്കൊന്ന് ഇവിടെ ഒന്ന് കാണാൻ പോയി. അടിപൊളി മഞ്ഞും മഴ കേട്ടോ, അടിപൊളി. ഞങ്ങൾ മഞ്ഞത്തും മഴയത്തും നിൽക്കുന്നു പോട്ടോ. നടക്കണ്ട ഇത് പരുന്തുംപാറ ഏരിയ ആണ് കേട്ടോ. നമുക്ക് തേക്കടിയിൽ നിന്ന്, അതായത് കുമിളിയിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ, ഫസ്റ്റ് 8 കിലോമീറ്ററിൻ്റെ ഓടിക്കും കേട്ടോ. നല്ല മഞ്ഞുണ്ട്, ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു.
അപ്പൊ നമ്മളിവിടെ വന്നേക്കുന്നത് പരുന്തുംപാറയിലാണ്. നമ്മുടെ കുറച്ച് ആൾക്കാരൊക്കെ ബസ്സിന്റെ ഉള്ളിൽ കയറിയിരുന്നു മഴ കാരണം. അപ്പൊ ഞങ്ങളുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിനൊപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടൺ കൂടി അടിച്ചു കഴിഞ്ഞാൽ ഞാടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരും. വീഡിയോ ബൈ ബൈ.